ഫാമിലി ആയിട്ട് വയനാട്ടിലോട്ടൊരു യാത്ര പോയി. അടിപൊളി സ്റ്റേ ആയിരുന്നു, സൂപ്പർ വൈബായിരുന്നു. നമ്മളൊരു വീട് തന്നെ അവിടെ മൊത്തത്തിൽ കണ്ട് വാടക എടുത്തിട്ട് അവിടെ സ്റ്റേ ചെയ്തിട്ടോ. കിടില ആംബിയൻസും വേറെ വൈബും. ചെയ്യുമ്പോൾ രാത്രിക്കുള്ള ഫുഡ് നമ്മൾ ഇവിടെ തന്നെ ഉണ്ടാക്കിട്ടോ. അടിപൊളി സ്റ്റേ ആണ്. താഴെ ഫുള്ള് ഫോറസ്റ്റ് ആട്ടോ. അതിലെ സെൻട്രലാണ് പ്രോപ്പർട്ടി വരുന്നത്. അവിടെ സ്വിമ്മിംഗ് പൂൾ ഉണ്ട്. ഇവിടെ നമുക്ക് കുക്ക് ചെയ്യാനുള്ള സെറ്റപ്പാണ്. ഈ കുക്ക് ചെയ്യാനുള്ള സെറ്റപ്പിൽ നമ്മൾ നല്ല അടിപൊളി മലബാർ മന്തി ഉണ്ടാക്കാൻ പോകട്ടോ. കുളിക്കുന്നു. അപ്പോൾ ഗൈസ് ഉള്ളിയും കാര്യങ്ങളൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. നമ്മളിവിടെ വെച്ചിട്ട് ബിരിയാണി സെറ്റ് ആക്കാനുള്ള പരിപാടിയിലാണ്. കാര്യങ്ങളൊക്കെ ഇവിടെ വെള്ളം തളിച്ചുകൊണ്ടിരിക്കുന്നത് ദമ്മിടാനുള്ള. അപ്പം നമുക്ക് നല്ലൊരു ബിരിയാണി ആയിട്ട് വെച്ച് നല്ല ചോക്രായി ഇട്ട് കൊടുക്കട്ടെ. നമ്മൾ മസാല ഇവിടെ റെഡിയാക്കിക്കൊണ്ടൊക്കെ കേട്ടോ. ഒരു വെറൈറ്റി മസാലയാണിത്. അപ്പോൾ മസാല ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട്. മസാല അടിപൊളിയല്ല. അപ്പോൾ നമുക്ക് മൂടി വെക്കാം 15 മിനിറ്റ്സ്. അപ്പോൾ നിങ്ങൾ വയനാട്ടിൽ ഒരു അടിപൊളി റിസോർട്ട് ഫാമിലി ആയിട്ട് വന്നിട്ട് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നുണ്ടെങ്കിൽ അടിപൊളി റിസോർട്ട് ഞാൻ പരിചയപ്പെടുത്തി തരാം. ഇതൊക്കെ നമുക്ക് ഫാമിലി ആയിട്ട് വരുമ്പോൾ ഇവിടെ കുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ് ഇങ്ങോട്ട്. പിന്നെ അതുപോലെ ഇങ്ങോട്ട് ബാക്കിൽ ഫുള്ള് ഫോറസ്റ്റ് ആണ്. ഏത് ദിവസം കടുവയൊക്കെ ഇറങ്ങുന്നതാണ് പറഞ്ഞിട്ട് നമുക്ക് അതിൽ വിശ്വാസമൊന്നുമില്ല. നമ്മൾ ഇതിലൂടെയൊക്കെയാണ് ഇവിടെ വന്നിട്ടില്ല. പല ആൾക്കാരും പറഞ്ഞു കേട്ടതാണ്. പിന്നെ നമുക്ക് വരുന്നത് ഇവിടെ സ്വിമ്മിംഗ് പൂൾ വരുന്നുണ്ട്. സ്വിമ്മിംഗ് പൂളിന്റെ അപ്പുറത്താണ് നമ്മളെ താമസിക്കാനുള്ള സെറ്റപ്പ് ഒക്കെ വരുന്നത്. അപ്പോൾ ഒരു വീട് മൊത്തത്തിൽ നമ്മൾ എടുത്തിട്ട് സ്റ്റേ ചെയ്യാണ്. അപ്പോൾ റേറ്റും കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ DM-ന് മെസ്സേജ് അയച്ചാൽ മതി. ഇവിടെ സ്വിമ്മിംഗ് പൂൾ വരുന്നുണ്ട്. ഇവിടെ നമുക്ക് ഇരുന്ന് എൻജോയ് ചെയ്യാനൊക്കെ പറ്റുന്ന ഒരു അടിപൊളി ഏരിയയാണ്. അപ്പോൾ നമ്മളെ ദമ്മ് പൊട്ടിച്ച് നമ്മളെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അവിടെ അടിപൊളി ചിക്കൻ വെറൈറ്റി മസാല ബിരിയാണി. അപ്പോൾ ഒക്കെ ഇതിന്റെ റെസിപ്പി വേണ്ടവരൊന്ന് കമന്റ് ഇട്ട് അടിപൊളി ബിരിയാണിന്റെ റെസിപ്പി പറഞ്ഞത്.